തെരഞ്ഞെടുപ്പ് അരികത്തെത്തി നിൽക്കെ ബി.ജെ.പിയുടെ ചങ്കിടിപ്പ് കൂട്ടുന്ന രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് വലിയ പ്രതീക്ഷ പകരുന്ന നീക്കവുമായി സുപ്രീം കോടതി. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിഷയത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കാനുള്ള ജസ്റ്റിസ് ബി.ആർ. ഗവായിയുടെയും സന്ദീപ് മേത്തയുടെയും ബെഞ്ചിൻ്റെ തീരുമാനം അക്ഷരാർത്ഥത്തിൽ നരേന്ദ്രമോദിയെ വെള്ളം കുടിപ്പിക്കുമെന്നുറപ്പ്. ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ മാറ്റി ബാലറ്റ് പേപ്പറുകളാക്കണമെന്നുള്ള ആവശ്യവുമായി സുപ്രീം കോടതിയെ ധാരാളം ആളുകൾ സമീപിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ പ്രാധാന്യമേറിയ ഒരു വിഷയത്തിലാണ്. ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളോടൊപ്പമുള്ള VVPAT മെഷീനുകളിലെ സ്ലിപ്പുകൾ എല്ലാ ബൂത്തുകളിലും കൃത്യമായി ഉപയോഗിക്കാനും അത് വോട്ടർമാർക്ക് പരിശോധിച്ച് ബാലറ്റ് പെട്ടികളിൽ നിക്ഷേപിക്കാനുമുള്ള അവസരമുണ്ടാകണം എന്ന ആവശ്യവുമായി കോടതിയെ സമീപിച്ച അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസിൻ്റെ ഹർജി പരിഗണിച്ചുകൊണ്ടാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇപ്പോൾ 5 ബൂത്തുകളെടുത്ത് അതിൽ ഒരു ബൂത്തിലെ VVPAT മാത്രമാണ് പരിഗണിക്കപ്പെടുന്നത്. ആ പരിഗണന തന്നെ എങ്ങനെയാണ് എന്നുള്ളത് 2019 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ നമ്മൾ കണ്ടു. VVPAT സ്ലിപ്പുകൾ കൂട്ടത്തോടെ നശിപ്പിച്ചു കളഞ്ഞ ആ സംഭവത്തെക്കുറിച്ച് രാജ്യം വലിയ തോതിൽ ചർച്ച ചെയ്തതാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അത് 1 വർഷം വരെ സൂക്ഷിക്കണമെന്നുണ്ടായിരുന്നിട്ടും അത് ചെയ്യാതിരുന്ന നടപടിയെക്കുറിച്ച് ഇപ്പോൾ അസോസിയേഷൻ ഓഫ് ഡെമോക്രാറ്റിക് റിഫോംസും സമാന ചിന്താഗതിയുള്ള നിരവധി ആളുകളും സുപ്രീം കോടതിയെ സമീപിച്ചത് ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളോടൊപ്പം VVPAT മെഷീനുകളിൽ നിന്നുള്ള സ്ലിപ്പുകൾ കൂടി ഒരുമിച്ച് പരിശോധിക്കുന്നതിനുള്ള നീക്കത്തിന് സുപ്രീം കോടതി ഉത്തരവിടണമെന്ന ആവശ്യവുമായാണ്. അതിലാണ് സുപ്രീം കോടതി തെരഞ്ഞെടുപ്പ് കമ്മീഷന് നോട്ടീസ് അയച്ചിരിക്കുന്നത്. 5000 കോടി രൂപ ചെലവഴിച്ച് 24 ലക്ഷം VVPAT മെഷീനുകളാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വാങ്ങിച്ചു കൂട്ടിയത്. ഇതിൽ വെറും 20,000 VVPAT മെഷീനുകളിൽ നിന്നുള്ള സ്ലിപ്പുകൾ മാത്രമാണ് ഏതെങ്കിലും തരത്തിൽ റാൻഡമായി തന്നെ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പരിശോധനകൾക്കായി വിധേയമാക്കുന്നത്. അതായത് ഇത് സത്യസന്ധമാണ് എന്ന് ഉറപ്പുവരുത്താൻ ഈ 24 ലക്ഷത്തിൽ 20,000 VVPATകൾ മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ. അതിൽ തന്നെ വലിയ തോതിലുള്ള ക്രമക്കേടുകൾ നടക്കുന്നു എന്നുള്ള ആരോപണം ശക്തമായി നിൽക്കുന്നു. അതുകൊണ്ടാണ് ഇനി ഒരു ബാലറ്റ് പേപ്പറിലേക്കുള്ള മടങ്ങിപ്പോക്ക് തൽക്കാലം നടക്കില്ല എന്ന് ഉറപ്പുള്ളതിനാൽ വിശ്വാസ്യത ഉറപ്പുവരുത്താൻ ഈ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുടെ ഭാഗമായുള്ള VVPAT യന്ത്രങ്ങളിൽ നിന്നുള്ള സ്ലിപ്പ് വോട്ടർമാർക്ക് പരിശോധിക്കാനും അത് തൊട്ടടുത്ത ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനുമുള്ള അവസരമുണ്ടാക്കണം. എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ആ VVPAT സ്ലിപ്പുകൾ കൂടി എണ്ണി നോക്കാനുള്ള സംവിധാനം ഉണ്ടാക്കണം. അതാണ് ആവശ്യം. അതും BJPക്ക് തിരിച്ചടി നൽകുന്നതാണ്. പലപ്പോഴും ഈ മാച്ച് ഫിക്സിംഗ് ഉണ്ടാകുന്നത് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് എന്നുള്ളത് കൊണ്ട്, ബാലറ്റ് യന്ത്രങ്ങൾ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന വേളയിലാണ് എന്നുള്ളത് കൊണ്ട് തന്നെ ഈ VVPAT സ്ലിപ്പുകൾ കൃത്യമായി എല്ലാ പോളിംഗ് സ്റ്റേഷനുകളിലും ഉപയോഗിച്ചാൽ അത് വോട്ടർമാർക്ക് വെരിഫൈ ചെയ്ത് ബാലറ്റ് ബോക്സിലേക്ക് നിക്ഷേപിക്കാൻ അവസരമുണ്ടായാൽ യഥാർത്ഥത്തിൽ ഒരു ബാലറ്റ് പേപ്പറിൽ വോട്ട് ചെയ്യുന്നതിന് സമാനമായ സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നുള്ളത് കൊണ്ടാണ് ഈ നോട്ടീസ് അയക്കലിന് പ്രാധാന്യമുണ്ടാകുന്നത്. പ്രധാനമായും 4 ആവശ്യമാണ് ഹർജിക്കാർ സുപ്രീം കോടതിക്ക് മുന്നിൽ വച്ചിട്ടുള്ളത്. അതിൽ ഒന്നാമത്തേത് ഈ VVPATകളും EVMും കൃത്യമായി തന്നെ ക്രോസ് വെരിഫൈ ചെയ്യാൻ എല്ലാ ബൂത്തുകളിലെയും യന്ത്രങ്ങളും VVPAT സ്ലിപ്പും ക്രോസ് വെരിഫൈ ചെയ്യുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണം എന്നുള്ളതാണ്. രണ്ടാമത്തേത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ 2023 ഓഗസ്റ്റിൽ പുറപ്പെടുവിച്ച ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകളുമായി ബന്ധപ്പെട്ട ഗൈഡ് ലൈനിലെ 14(7)H എന്ന അനുച്ഛേദം ഒഴിവാക്കണം എന്ന ആവശ്യമാണ്. ആ അനുച്ഛേദത്തിൽ ഈ പറയുന്നത് പോലെ റാൻഡമായി VVPAT സ്ലിപ്പുകൾ ഉപയോഗിച്ചാൽ മതി എന്നുള്ള, അത് പരിശോധിച്ചാൽ മതി, വേണമെങ്കിൽ അത് പരിശോധിച്ചാൽ മതി എന്നുള്ള നിർദ്ദേശമാണ് വച്ചിട്ടുള്ളത്. അത് ഒഴിവാക്കണമെന്നുള്ള ആവശ്യമാണ് രണ്ടാമത്തേത്. മൂന്നാമത്തേത് വോട്ടർക്ക് നേരിട്ട് തന്നെ ആ VVPAT സ്ലിപ്പ് പരിശോധിക്കുന്നു. ഞാൻ താമരയ്ക്കാണ് വോട്ട് ചെയ്തതെങ്കിൽ അത് താമരയ്ക്കാണ് എന്നുള്ളത് ബോധ്യപ്പെടണം. കൈപ്പത്തിക്കാണ് വോട്ട് ചെയ്തതെങ്കിൽ അത് കൈപ്പത്തിക്കാണ് എന്ന് ബോധ്യപ്പെടണം. അരിവാളിനാണ് വോട്ട് ചെയ്തതെങ്കിൽ അത് അരിവാളിനാണ് എന്ന് ബോധ്യപ്പെടണം. അത് ബോധ്യപ്പെട്ട് തൊട്ടടുത്ത് വച്ചിരിക്കുന്ന ബാലറ്റ് ബോക്സിൽ അത് നിക്ഷേപിക്കുകയും വേണം. ആവശ്യമെങ്കിൽ അത് പരിശോധിക്കാം. കാരണം ഏതെങ്കിലും കൗണ്ടിംഗ് ഏജന്റിന് അക്കാര്യത്തിൽ പരാതി ഉണ്ട് കൗണ്ടിങ്ങിൻ്റെ സമയത്തെങ്കിൽ സ്വാഭാവികമായി അതിനോട് ചേർന്നിരിക്കുന്ന ബാലറ്റ് ബോക്സിലെ VVPAT സ്ലിപ്പുകൾ കൂടി എണ്ണി നോക്കണം എന്ന ആവശ്യം.
അതോടൊപ്പം നാലാമത്തെ ആവശ്യമായി ഈ VVPAT മെഷീനുകളിൽ ഇപ്പോൾ തന്നെ ഈ വോട്ടർക്ക് കാണാനായി വച്ചിരിക്കുന്ന സംവിധാനം നമുക്കറിയാമല്ലോ. സൂക്ഷിച്ചു നോക്കണം, അല്ലെങ്കിൽ ഭൂതകണ്ണാടിയും കൊണ്ട് പോകണം പോളിംഗ് ബൂത്തിലേക്ക്. അത് കാണണമെങ്കിൽ ട്രാൻസ്പെറൻ്റ് അല്ല. അത് ആ VVPAT യന്ത്രത്തിലെ ഗ്ലാസ് കൂടുതൽ ട്രാൻസ്പെറൻ്റ് ആക്കുകയും നല്ലവണ്ണം ആളുകൾക്ക് കാണാൻ സാധിക്കുന്ന വിധത്തിലാക്കുകയും ചെയ്യുക എന്നുള്ള ഒരു ആവശ്യവും കൂടി മുന്നോട്ട് വച്ചിട്ടുണ്ട്. അപ്പോൾ ഫിസിക്കലായി ഈ VVPAT സ്ലിപ്പ് പരിശോധിക്കാനും അത് ബാലറ്റ് ബോക്സിൽ നിക്ഷേപിക്കാനും എല്ലാ ബൂത്തുകളിലും അവസരമുണ്ടാകണം എന്നുള്ള ആവശ്യം, അത് സുപ്രീം കോടതി ഗൗരവത്തോടെ കാണുന്നു എന്നുള്ളത് BJPയെ സംബന്ധിച്ചിടത്തോളം ആശങ്ക ഉണ്ടാക്കുന്നതാണ്. ഇവർക്ക് അതിനകത്ത് ന്യായമടിച്ച് നിൽക്കാൻ സാധിക്കില്ല. കാരണം 24 ലക്ഷം VVPAT യന്ത്രങ്ങൾ ഇവിടെ ഉണ്ട്. 5000 കോടി ചെലവഴിച്ച് അത് വാങ്ങിച്ചിട്ടുണ്ട്. ആ VVPAT യന്ത്രങ്ങളിൽ എല്ലാ വോട്ടർമാരും വോട്ട് ചെയ്യുന്നത് സ്ലിപ്പായി ആ വോട്ടർമാർ പരിശോധിച്ച് ബാലറ്റ് ബോക്സിൽ വയ്ക്കുക, കൗണ്ടിങ്ങിൻ്റെ സമയത്ത് അത് ആവശ്യമെങ്കിൽ പരിശോധിക്കുക, ക്രോസ് ചെക്കിംഗ് ഉണ്ടാവുക. ഇതെല്ലാം അട്ടിമറിക്കുകയായിരുന്നല്ലോ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ചെയ്തത്. VVPAT സ്ലിപ്പുകളിൽ അസ്വാഭാവികത ഉണ്ട് എന്നുള്ള പരാതിയുമായി ഡൽഹിയിലെ 7 ലോക്സഭാ മണ്ഡലങ്ങളിലെയും റിട്ടേണിംഗ് ഓഫീസർമാരെ സമീപിച്ചപ്പോൾ അവർ നൽകിയ മറുപടി വ്യത്യസ്തമായിട്ടായിരുന്നു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നശിപ്പിച്ചു കളഞ്ഞു എന്ന് ഒരു റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. അതെവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത് അറിയില്ല എന്ന് വേറൊരു റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. അത് ഗോഡൌണിൽ സൂക്ഷിച്ചിരിക്കുകയാണ് എന്ന് മൂന്നാമത്തെ റിട്ടേണിംഗ് ഓഫീസർ പറഞ്ഞു. അങ്ങനെ വ്യത്യസ്തമായ മറുപടികൾ. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ ആ സ്ലിപ്പുകൾ 1 വർഷം സൂക്ഷിച്ചു വയ്ക്കണമെന്നുള്ള നിർദ്ദേശം ഉണ്ടായിരുന്നിട്ടും അത് അവഗണിച്ചുകൊണ്ട് നശിപ്പിച്ച് കളയൂ എന്ന് എല്ലാ റിട്ടേണിംഗ് ഓഫീസർമാർക്കും കത്തെഴുതി എന്നാണ് ഡൽഹിയിലെ ഒരു റിട്ടേണിംഗ് ഓഫീസർ അന്ന് പറഞ്ഞത്. ആ നിലയ്ക്ക് VVPAT സ്ലിപ്പുകൾ ഉപയോഗിച്ച് സുതാര്യത ഉറപ്പുവരുത്താൻ കഴിയുന്ന ഒരു സംവിധാനത്തെ അട്ടിമറിച്ചതിനെതിരായിട്ടുള്ള ആക്ഷേപം ഗൗരവത്തോടു കൂടി സുപ്രീം കോടതി കാണുന്നു എന്നുള്ളത് BJPയെ ഞെട്ടിക്കുന്നത് തന്നെയാണ്. ഈ രാജ്യത്തെ ജനാധിപത്യ വിശ്വാസികൾക്ക് പ്രതീക്ഷ പകരുന്നതാണ്. അതുകൊണ്ട് ഈ നീക്കം തെരഞ്ഞെടുപ്പ് അടുത്തു നിൽക്കുമ്പോൾ BJP ഫിക്സ് ചെയ്തു വച്ചിരിക്കുന്ന കളികൾക്ക് ഒരല്പമെങ്കിലും മാറ്റമുണ്ടാക്കാൻ സാധ്യമാകും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കോടതി അതിനെ ആ ഗൗരവത്തോടു കൂടി തുടർ നടപടികളിലും കണ്ടാൽ